ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. രാമമാതാവായ കൗസല്യ തന്നെയും വാമശീലാംഗിയാം കൈകേയി തന്നെയും ഉത്തമയാം സുമിത്രാദേവി തന്നെയും ഭൃത്യീശപത്നിമാർ മറ്റുള്ളവരെയും ഭക്തിയാ തൊഴുതു കരേറ്റി മന്ദം തുഴൻ അസ്ത്യഭീദ്യാ കടത്തിയിടിനാനാദരാൽ ഉമ്പാർ തടിനിയെ കുമ്പിട്ടാനുകുലം മുമ്പേ കടന്നിതോ വൻപടയും തഥ ശീഘ്രം ഭരദ്വജ തപസേന്ദ്രാശ്രമം വ്യാഘ്രഗോ വൃന്ദപൂർണം വിരോധം വിനാ സംപ്രാപ്യ സംപ്രീതനായ വരദനും വൻപടയൊക്കവേ ദൂരെ നിർത്തിയിടിനാൻ താനോ മനുജനുമായുട ജാഘണെ സാനന്ദമാവിശ്യ നിന്നോരലൻ അനന്തരം ഉജ്ജലന്തം മഹാതേജസേ താപസം വിജ്വരാത്മാനമാസീനം വിധി സമം ദൃഷ്ട്വാ നനാമ സാഷ്ടാംഗം സസോദരം പുഷ്ടഭക്ത്യാ ഭരദ്വാജ മുനീശ്വരം ജ്ഞാത്വാ ദശരഥനന്ദനം ബാലകം പ്രത്യൈവ പൂജയാമാസ മുനീന്ദ്രനും ഹൃഷ്ടവാചാ കുശല പ്രശ്നവും ചെയ്തു ദൃഷ്ട്വാ തഥാ ജഡവൽക്കലാദാരിണം തുഷ്ടി കലർന്നരുൾ ചെയ്ത നീ ദിന്തടോ കഷ്ടമിക്കോപ്പൂപാപന്ന മല്ലൊട്ടുമേ രാജ്യവും പാലിച്ചു നാനാജനങ്ങളാൽ പൂജ്യനായോരു നീ എന്തിനായിങ്ങനെ വൽക്കലവും ജടയും പൂണ്ടു താപസ മുഖ്യവേഷത്തെ പരിഗ്രഹിച്ചിടുവാൻ എന്തൊരു കാരണം വമ്പടയോടു വനാന്തരെ വന്നതും ചൊല്ലു നീ ശ്രുത്വാ ഭരദ്വാജവാക്യം ഭരതനോ മിത്തം മുനിവരൻ തന്നോട് ചൊല്ലിനാൻ നിന്തിരുവുള്ളത്തിലേറാതെ ലോകത്തിൽ എന്തൊരു വൃത്താന്തമുള്ളു മഹാമുനെ, എങ്കിലും വാസ്തവം ഞാൻ ഉണർത്തിപ്പ സങ്കടം പോവാൻ അനുഗ്രഹിക്കണമേ. രാമാഭിഷേക വിഘ്നത്തിനു കാരണം രാമപദാബ്ജങ്ങളാണ് തപോനിതേ, ഞാനേതുമേയൊന്നറിഞ്ഞീല രാഘവൻ കാനനത്തിനെഴുന്നള്ളുവാൻ മൂലവും കേകയപുത്രി അമ്മതൻ വാക്കായ കാകോള വേഗമേ മൂലമതിനുള്ളൂ. ഇപ്പോൾ ശുദ്ധനോ ഞാനതീനി പാദപത്മം പ്രമാണം ദയാനിതേ. ശ്രീരാമചന്ദ്രനു ഭൃത്യനായി തൽപാദ വാരിജയുഗ്മം ഭജിക്കെന്നിയേ മമ. മറ്റുള്ള ഭോഗങ്ങളാൽ എന്തൊരു ഫലം, മറ്റും അതിനൊഴിഞ്ഞീലൊരാകാംക്ഷിതം. ശ്രീരാഘവൻ ചരണാന്തികെ വീണു സംഭാരങ്ങളെല്ലാം അവിടെ സമർപ്പിച്ചു. പൗരവശിഷ്ടാദികളോടു കൂടവേ ശ്രീരാമചന്ദ്രാഭിഷേകവും ചെയ്തു. രാജ്യത്തിനാശു കൂട്ടിക്കൊണ്ടുപോയിട്ടു പൂജ്യനാം ജ്യേഷ്ഠനെ സേവിച്ചു കൊള്ളുവാൻ. ഇങ്ങനെ കേട്ടു ഭരതവാക്യം മുനി മംഗലാത്മാനമേനം പുലർനീടിനാൻ ചുംബിച്ചു മൂർധനി സന്തോഷിച്ചരുളിനാൻ. കിം ബഹുനവത്സ വൃത്താന്തമൊക്കെ ഞാൻ ജ്ഞാനദൃശ്യ കണ്ടറിഞ്ഞിരിക്കുന്നിതു. മാനസേ ശോകമുണ്ടാക്കുല കേൾക്കനീ. ലക്ഷ്മണനേക്കാൾ നിനക്കേറുമേ ഭക്തി, ലക്ഷ്മീപതിയായ രാമങ്കൽ നിർണയം. ഇന്നിനി സൽക്കരിച്ചിടുവാൻ നിന്നെ ഞാൻ വന്ന പടയോടുമില്ലൊരു സംശയം. ഊണും കഴിഞ്ഞുറങ്ങി പുലർകാലെ വേണം രഘുനാഥനെ ചെന്നു കൂപ്പുവാൻ. എല്ലാം അരുൾ ചെയ്ത വണ്ണമെനിക്കതി ഇല്ലൊരു വൈമുഖ്യമെന്നു ഭരതനും. കാൽ കഴുകി സമാചമ്യ മുനീന്ദ്രനു മേഘാഗ്രമാനസനായ അതിവിദ്രുതം ഹേമാഗേഹസ്ഥനായി ധ്യാനപുഞ്ചിരിതു. കാമസുരഭിയെ തക്ഷണേ കാനനം ദേവേന്ദ്രലോക സമാനമായി വന്നിതു. ദേവകളായി ചമഞ്ഞു തരുക്കളും ദേവവനീതമാരായി ലതകളും. ഭവാൻ വൈഭവമെത്രയും അദ്ഭുതം. ഭക്ത്യഭക്ഷ്യേത്തി പേയങ്ങൾ ഭോജ്യങ്ങളും ഭുക്തിപ്രസാദനം മറ്റും ബഹുവിധം. ഭോജനശാലകൾ സേനാഗൃഹങ്ങളും രാജഗേഹങ്ങളും എത്ര മനോഹരം. സ്വർണരത്ന വ്രത നിർമ്മിതമൊക്കവേ
വർണ്ണിപ്പതിനു പണിയുണ്ടനന്ദനും കർമ്മണാശാസ്ത്രദൃഷ്ടേന വസിഷ്ഠനെ സമ്മോദമോടു പൂജിച്ചിതു മുമ്പിനാൽ പാശ്ചാൽ സസൈന്യം ഭരതം സസോദര ഇച്ഛാനുരൂപേണ പൂജിച്ചനന്തരം തൃപ്തരായി തത്ര ഭരദ്വാജ മന്ദിരേ സുപ്തരായ രമ രാവതീ സന്നിഭേ ഉത്താനവും ചെയ്തു ഉഷസി നിയമങ്ങൾ കൃത്വാ ഭരദ്വാജപാദങ്ങൾ കോപ്പിനാർ. താപസൻ തന്നോടനുജ്ഞയും കൈക്കൊണ്ടു ഭൂപതി നന്ദനന്മാരും പുറപ്പെട്ടു. ചിത്രകൂടാചലം പ്രാപ്യ മഹാബലം തത്ര പാർപ്പിച്ചു ദൂരേ കിഞ്ചിതന്തികേ. മിത്രമായൊരു ഗുഹനും സുമന്ത്രരും ശത്രുഘ്നനും താനുമായി ഭരതനും ശ്രീരാമ സന്ദർശനാകാംക്ഷയാമന്ത ആരാഞ്ഞു നാനാ തപോധനമണ്ഡലേ. കാണാഞ്ഞോരോരോ മുനിവരന്മാരോടു താണു തൊഴുതു ചോദിച്ചു മത്യാദരം. കൃത്വാ വാഴുന്ന രഘുത്തമനത്രേ സൗമിത്രിയോടും മഹീപുത്രിയോടും മുതാ. ഉത്തമനായ ഭരതകുമാരനോടുത്തരം താപസന്മാരു അരുൾ ചെയ്തു. ഉത്തര തീരെ സുരസരിതസ്ഥലേ ചിത്രകൂടാദ്രിതൻ പാർശ്വേ മഹാശ്രമേ ഉത്തമ പുരുഷൻ വാഴുന്നീരെന്നു കേട്ടെത്രയും കൗതുകത്തോടെ ഭരതനും തത്രേവ ചെന്ന നേരത്തു കാണായി വന്ന് അത്ഭുതമായ രാമചന്ദ്രാശ്രമം. പുഷ്പല ദളപൂർണവല്ലീ തരു ഷഷ്പര അണീയ കാനനാമണ്ഡലേ. ആമ്ര കദളി ബഹുളപ്പനസങ്ങൾ ആമത്രകാർജൂനാനാ പുന്നാഗങ്ങൾ കേരപുങ്കങ്ങളും കോവിതാരങ്ങളു ഏരണ്ട ചമ്പകാശോകതാലങ്ങളും മാലതീജാതി പ്രമുഖ ലതാബലിശാലികളായ തമാലസാലങ്ങളും ഭൃങ്വാദി നാനാവിഹംഗനാദങ്ങളും തുങ്കമാതംഗ ഭുജംഗ പ്ലവംഗ കുരങ്കാദി നാനാമൃഗ വ്രതാലീലയും ഭംഗ്യാ സമാലോക്യ ദൂരേ ഭരതനും വൃക്ഷാഗ്രസ ലഗ്നവൽക്കാലാലങ്കൃതം പുഷ്കരാക്ഷാശ്രമം ഭക്ത്യാ വണങ്ങിനാൻ. ഭാഗ്യവാനായ ഭരതനതു നേരം മാർഗരാജസീ പതിഞ്ഞു കാണായി വന്നു. സീതാ രഘുനാഥ പാതാരബിന്ദങ്ങൾ നൂതനമായതീ ശോഭനം പാവനം. അങ്കുശാബ്ജ ധ്വജവ്രജ മത്സ്യാദി കൊണ്ടങ്കിതം മംഗലമാനന്ദമഗ്നനായി വീണുരുണ്ടും പണിഞ്ഞും കരഞ്ഞും തഥാ രേണു തന്മൗലിയിൽ കോരിയിട്ടിടിനാൻ. ധന്യോഹമിന്നഹോ ധന്യോഹമിന്നഹോ മുന്നം മയാ കൃതം പുണ്യപൂരം പരം. ശ്രീരാമപാദപത്മാഞ്ജിതം ഭൂതല ആരാലെനിക്കു കാൺമാൻ അവകാശവും വന്നിതല്ലോ. മുഹൂരി പാദപാംസുക്കൾ അന്വേഷണം ചെയ്തുഴലൂ നിതേറ്റവും. വേദാവും ഈശനും ദേവകദംബവും വേദങ്ങളും നാരദാദി മുനികളും ഇത്തമോർത്ത അത്ഭുത പ്രേമരസാപ്ലുത ചിത്തനായ ആനന്ദ ബാഷ്പകുലാക്ഷനായി മന്ദമന്ദം പരമാശ്രയ സന്നിധോ ചെന്നു നിന്നോരു നേരത്തു കാണായിതു. സുന്ദരം രാമചന്ദ്രം പരമാനന്ദം അന്നിരാമിന്ദ്രാദിവൃന്ദാരകാവൃന്ദ വന്നിതാമിന്നിരാമന്ദിരേ. ഓ സ്ഥലേ ഇന്ദ്ര വരജ ഇന്നീവരലോചനം ദുർവാദള നിഭ്രാശ്യാമളം കോമളം പൂർവജം നീലനളിനാദളേക്ഷണം. രാമം ജടാമകുടം വൽക്കലാരംബരം സോമബീജ ബാഭാ പ്രസന്ന വക്താംബുജം ഉദ്യത്തരുണോരുണായുധ ശോഭിതം. വിദ്യുത്സമംഗിയാം ജാനകിയായൊരു വിദ്യയുമായി വിനോദിച്ചിരിക്കുന്നൊരു വിദ്യോതമാനമാത്മാന വ്യാകുലം വക്ഷസി ശ്രീവത്സ ലക്ഷണമവ്യയം ലക്ഷ്മീനിവാസം ജഗന്മയമച്യുതം. ലക്ഷ്മണസേവിത പാദപം ഗേരുഹം ലക്ഷ്മണ ലക്ഷ്യ സ്വരൂപം പുരാതനം. ദക്ഷാരിസേവിതം പക്ഷീന്ദ്രവാഹനം രക്ഷോ വിനാശനം രക്ഷാഭിചക്ഷണം. ചക്ഷുഹ ശ്രവണപ്രവര പലുങ്കനം കുക്ഷീസ്ഥിതനേക പത്മജാണ്ഡം പരം
കാരുണ്യപൂർണം ദശരഥനന്ദന ആരണ്യവാസരസികം മനോഹരം ദുഃഖവും പ്രീതിയും ഭക്തിയും ഉൾക്കൊണ്ടു തൃക്കാൽക്കൽ വീണു നമസ്കരിച്ചിടിനാൻ രാമൻ അവനെയും ശത്രുഘ്നെയുമാതോര എടുത്തു നിവർത്തീശബ്രമം ദീർഘബാഹുക്കളാലിംഗനം ചെയ്തു ദീർഘനിശ്വാസവും അന്യോന്യം ഉൾക്കൊണ്ടു ദീർഘനേത്രങ്ങളിൽ നിന്നു ബാഷ്പോദകം ദീർഘകാലം വാർത്തു സോദരന്മാരെയും ഉത്സംഗസീമനീ ചേർത്തു പുനരവി വത്സങ്ങളുമണച്ചാനന്ദ പൂർവകം സത്സംഗമേറെയുള്ളൊരു സൗമിത്രിയും തത്സമയെ ഭരതാംഗ്രികൾ കൂപ്പിനാൻ ശത്രുഘ്നനു മതിഭക്തി കലർന്നു സൗമിത്രിതൻ പാദാംബുജങ്ങൾ കൂപ്പിയിടിനാൻ ഉഗ്രത്യേഷാർത്തന്മാരായ പശുകുലമഗ്രേ ജലാശയം കണ്ട പോലെ തഥ വേഗേന സന്നിധോ ചെന്നാശു കണ്ടിതു രാഘവൻ തൻ തിരുമേനി മനോധൃതം രോദനം ചെയ്യുന്ന മാതാവിനെ കണ്ടു പാദങ്ങളിൽ നമിച്ചാൻ രഘുനാഥനും എത്രയോ മാർത്തി കൈക്കൊണ്ടു കൗസല്യയും പുത്രനോ ബാഷ്പതരാഭിലാഷം ചെയ്തു ഗാഠമാശിഷ്യ ശിരസി മുകർന്നുടൻ ഊടമോദം മുലയും ചുരന്നു തഥാ അന്യരായുള്ളൊരു മാതൃജനത്തെയും പിന്നെ നമസ്കരിച്ചിടിനാനാദരാൽ ലക്ഷ്മണൻ താനും ഔവണ്ണം മണങ്ങിനാൻ ലക്ഷ്മീ സമമായ ജാനകി തന്നെയും ഗാഠമാശിഷ്യ കൗസല്യാദികൾ സമാരൂഢഖേദം തുടച്ചിടിനാൻ കണ്ണുനീർ തത്ര സമാഗതം ദൃഷ്ട്വാ ഗുരുവരം ഭക്ത്യാവശിഷ്ടം സാഷ്ടാംഗമമ്മാറുടൻ നത്വാരുകൂത്തമനാശു ചൊല്ലിയിടിനാൻ എത്രയും ഭാഗ്യവാൻ ഞാനെന്നു നിർണയം താതനു സൗഖ്യമല്ലീ നിജമാനസേ ഖേദമുണ്ടോ പുനരെന്നെ പിരികയാൽ എന്തോന്നു ചൊന്ന തെന്നോടു ചൊല്ലിയിടുവാൻ എന്തു സൗമിത്രിയെ കൊണ്ടു പറഞ്ഞതും രാമവാക്യം കേട്ടു ചൊന്നാൻ വസിഷ്ഠനും ധീമതാം ശ്രേഷ്ഠ താതോ ദന്തമാശുകേ നിന്നെ പിരിഞ്ഞതു തന്നെ നിരൂപിച്ചു മന്നവൻ പിന്നെയും ദുഃഖിച്ചു രാമരാമേതി സീതേതി കുമാരേതി രാമേതി ലക്ഷ്മണേതി പ്രലാപം ചെയ്തു ദേവലോകം ചെന്നു പൂക്കാനറിയനി ദേവഭോഗേന സുഖിച്ചു സന്തുഷ്ടനായി കർണശുലാഭം ഗുരുവചനം സമകാർണ്യ രഘുവരൻ വീണിതു ഭൂമിയിൽ തൽക്ഷണമുച്ചൈർ വിലാപിച്ചതേറ്റവും ലക്ഷ്മണനോട് ജനനീജനങ്ങളും ദുഃഖമാലോക്യ മറ്റുള്ള ജനങ്ങളും ഒക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാൻ ഹാ താതാ മാം പരിത്യജ്യ വിധിവശാലേതേ ഏതൊരു ദിക്കിനു പോയിതയ്യോ ഭവാൻ ആഹാ മാനാദോസ്മി മാമിനി സ്നേഹേന ലാളിപ്പത അനുവാസരം ദേഹമിനി തിരിച്ചിടുന്നതുണ്ടു ഞാൻ മോഹമെനിക്കെനിയില്ല ജീവിക്കയിൽ സീതയും സൗമിത്രിതാനും ഔവണ്ണമേ രോദനം ചെയ്തു വീണീടിനാൻ ഭൂതലേ തദ്ദാശയാം വസിഷ്ഠോക്തികൾ കേട്ടവർ ഉൾതാപമൊട്ടു ചുരുക്കി മരുവിനാർ മന്ദാകിനിയിലിറങ്ങി കുളിച്ചവൻ മന്ദേതരമുദകക്രിയും ചെയ്ത പിണ്ടം സഹിതങ്കുതി സൽപ്പല പിണ്യാക നിർമ്മി താന്നം കൊണ്ടു വച്ചിതു യാതൊരന്നം താൻ ഭുജിക്കുന്നതുമതു സാദരം നൽക പിതൃക്കൾക്ക് ഓമെന്നല്ലോ വേദസ്മൃതികൾ വിധിച്ചതെന്നോർത്തതി കേതേന ദാനാനന്തരം തഥാ സ്നാനം കഴിച്ചു പുണ്യാഹവും ചെയ്തത് സ്നാനാനന്തരം പ്രാപിച്ചിതാശ്രമം അന്നൂപവാസവും ചേരിതെല്ലാവരും വന്നു ദിച്ചിടിനാൻ ആദിത്യദേവനും മന്ദാകിനിയിൽ കുളിച്ചൂത്തു സന്ധിയും വന്നിച്ചു പൊന്നാശ്രമേ വസിച്ചിടിനാൻ. ഭാരത രാഘവ സംവാദം. അന്നേരമാശു ഭരതനും രാമനെ ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങിനാൻ. രാമ രാമ പ്രഭു, രാമ മഹാഭാഗ, മാമകവാക്യം ചെവിതൊന്നു കേൾക്കണം. ഉണ്ടടിയേൻ അഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടു അതു കൊണ്ടിനി വൈകാതെ ചെയ്യുക വേണം അഭിഷേകവും പാലനം ചെയ്യുക. രാജ്യം തവ പൈത്യം യഥോചിതം. ജ്യേഷ്ഠനല്ലോ ഭവാൻ, ക്ഷത്രീയണാം അതി ശ്രേഷ്ഠമാം ധർമ്മം പ്രജാപരിപാലനം.
അശ്വമേധാദിയും ചെയ്തു കീർത്തിയാചിരം വിശ്വമെല്ലാം പരത്തി കുലതന്തവേ പുത്രരെയും ജനിപ്പിച്ചു രാജ്യം നിജ പുത്രങ്കലാക്കി വനത്തിനു പോകണം. ഇപ്പോൾ അനുചിതമത്രേ വനവാസം അത്ഭുത വിക്രമനാഥ. വസ്പ്രസീതമേ മാതാവ് തന്നെ ദുഷ്കൃതം താപകചേതസി ചിന്തിക്കരുതൂതയാനിതേ. ഭ്രാതാവ് തന്നെ പാദാംബുജം ശിരസ്യാദായ ഭക്തി പൂണ്ടിത്തമരുൾ ചെയ്തു ദണ്ഡ നമസ്കാരവും ചെയ്തു നിന്നിതു പണ്ഡിതനായ ഭരതകുമാരനും. ഉത്യാപ്യരാഘവാൻ ഉത്സംഗ ആരോപ്യ ചിത്തമോദനെ പുലർന്നു ചൊല്ലിയിടിനാൻ. മദ്വാക്യമത്രേ കേട്ടാലും കുമാരാമി യത്തേയോക്തം മയാ തത്തദൈവ ശ്രുതം. താതനെന്നെ 14 സംവത്സരം പ്രീതനായി കാനനം വാഴ്കെന്നു ചൊല്ലിനാൻ. പിത്രാ നിനക്കു രാജ്യമാതൃസമ്മതം ദത്തമായി പുനരെന്നതു കാരണം ചേതസാ പാർക്കിൽ നമുക്കിരുവർക്കുമീ താതനിയോഗമനുഷ്ഠിക്കയും വേണം. യാതൊരുത്തൻ പിതൃവാക്യത്തെ ലംഘിച്ചു നീതിഹീനം വസിക്കുന്നിതു ഭൂതലേ. ജീവൻ മൃതനവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാലുമില്ലൊരു സംശയം. ആകയാൽ നീ പരിപാലിക്ക രാജ്യവും പോക ഞാൻ ദണ്ഡകം തന്നിൽ വണ്ണിടുവാൻ. രാമവാക്യം കേട്ടു ചൊന്നാൻ ഭരതനും. കാമുകനായ താതൻ മൃഡമാനസൻ സ്ത്രീജിതൻ ഭ്രാന്തൻ ഉന്മത്തൻ വയോധികൻ രാജഭാവം കൊണ്ടു രാജസമാനസൻ. ചൊന്ന വാക്യം ഗ്രാഹ്യമല്ല മഹാപതേ. മന്നവനായി ഭവാൻ വാഴുക മടിയാതെ എന്നു ഭരതവാക്യം കേട്ടു രാഘവൻ. പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ. ഭൂമി ഭർത്താ പിതാ നാരീജിതനല്ല കാമിയുമല്ല മൂഢാത്മാവുമല്ല കേൾ. താതന സത്യഭയം കൊണ്ടു ചെയ്തതി ഏതുമേ ദോഷം പറയരുതോർക്കനീ. സാധുജനങ്ങൾ നരകത്തിലും അതിഭീതി പൂണ്ടിടൂ അസത്യത്തിൽ മാനസേ. എങ്കിൽ ഞാൻ വാഴ്വാൻ വനേ നിന്തിരുവടി സങ്കടമെന്നിയേ രാജ്യവും വാഴ്ക. സോദരനിത്തം പറഞ്ഞതു കേട്ടതി സാദരം രാഘവൻ താനുമരുൾ ചെയ്തു. രാജ്യം നിനക്കൂമെനിക്കൂ വിപിനവും പൂജ്യനാം താതൻ വിധിച്ചിതു മുന്നമേ. വിധ്യായനമനുഷ്ഠിച്ചാൺ നമുക്കതു സത്യവിരോധം വരുമെന്നു നിർണയം. എങ്കിൽ ഞാനും ഇന്ദിരുപടി പിന്നാലെ കിങ്കരനായി സുമിത്രാത്മജനെപ്പോലെ പോരുവാൻ കാനനത്തി. അരുതെങ്കിൽ ചേരുവാൻ ചെന്നു പരലോകമാശു ഞാൻ. നിത്യോപവാസേന ദേഹമുപേക്ഷിച്ചു നിത്യവാമാത്മനി നിശ്ചയിച്ചന്തികെ. ദർഭ വിരിച്ചു കിഴക്കു തിരിഞ്ഞു നിന്നപ്പോൾ വെയിലത്തു പൂക്കും ഭരതനും. നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ തൽബോധനാർത്ഥം നയനാന്ത സംജ്ഞയാ ചൊന്നാൻ ഗുരുവിനോടപ്പോൾ വസിഷ്ഠനും. ചെന്നു കൈകേയി സുതനോട് ചൊല്ലിനാൻ. മൂഢനായിടല്ലോ കേൾക്ക നീയെങ്കിലോ ഗൂഢമായൊരു വൃത്താന്തം നൃപാത്മജ. രാമനാകുന്നതു നാരായണൻ പരൻ താമരസോത്ഭവൻ അർത്ഥിക്ക കാരണം. ഭൂമിയിൽ സൂര്യകുലത്തിൽ അയോധ്യയിൽ ഭൂമി പാലാത്മജനായി പിറന്നിതു. രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ. യോഗമായാ ദേവിയായതു ജാനകി ഭോഗി പ്രവരനാകുന്നതു ലക്ഷ്മണൻ. ലോകമാതാവും പിതാവും ജനകജ രാഘവന്മാരെന്നറിക വഴിപോലെ. രാവണനെ കൊൽവതിനു വനത്തിനു ദേവകാര്യാർത്ഥം പുറപ്പെട്ടു രാഘവൻ. മന്ദരവാക്യവും കൈകേയി ചിത്ത നിർബന്ധവും ദേവകൃതമെന്നറിക നീ. ശ്രീരാമദേവനീ വർത്തനത്തിങ്കലു ആഗ്രഹം നീയും പരിചരിച്ചിടുക. കാരണം പുരുഷാനുജ്ഞയ സത്വരം നീ രാജധാനിക്കു പോകവോ മടിയാതെ. മന്ത്രികളോടും ജനനീജനത്തോടും അന്തമില്ലാതെ പടയോടും ഇപ്പോഴേ ചെന്ന് അയോധ്യാപുരി പൂക്കു വസിക്ക നീ. വന്നിടും അഗ്രജൻ താനുമനുജനും ദേവിയും 7 സംവത്സരാവതു. രാവണൻ തന്നെ വധിച്ചു സപുത്രകം. ഇത്തം ഗുരുത്തികൾ കേട്ടു ഭരതനും ചിത്തേ വളർന്നൊരു വിസ്മയം കൈക്കൊണ്ടു. ഭക്ത്യാ രഘൂത്തമസന്നിധോ സാദരം
ഗത്വാ മുഹു നമസ്കൃത്വാ സസോദരം പാതുകാദേഹി രാജേന്ദ്ര രാജ്യായത്തെ പാദബുദ്ധ്യാ മമ സേവിച്ചുകൊള്ളുവാൻ യാവത്ത വാഗമനം ദേവദേവാ മമ താവ ദേവനാരദം ഭജിച്ചിടുവാൻ. ഇത്തം വരദോക്തി കേട്ടു രഘുത്തമൻ പൊൽത്താരാടികളിൽ ചേർത്ത മെതിയടി ഭക്തിമാനായ ഭരതനു നൽകിനാൻ. നത്വാ പരിഗ്രഹിച്ചിടിനാൻ തമ്പിയും ഉത്തമരത്ന വിഭൂഷിത പാതു ഉത്തമാംഗേ ചേർത്തു രാമനരേന്ദ്രനെ. ഭക്ത്യാ പ്രദക്ഷിണം കൃത്വാ നമസ്കരി ഉത്തായ വന്നിച്ചു ചൊന്നാൻ സഗദ്ഗതം. മന്വബ്ദപൂർണേ പ്രഥമദിനേ ഭവാൻ വന്നതില്ലെന്നു വന്നിടുവാൻ പിന്നെ ഞാൻ. അന്യ ദിവസ മുഷസി ജ്വലിപ്പിച്ചു വന്നിയിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ എന്നതു കേട്ടു രഘുപതിയും നിജ കണ്ണുനീരും തുടച്ചമ്പോട് ചൊല്ലിനാൻ. അങ്ങനെ തന്നെ ഒരന്തരമില്ലതീനങ്ങു ഞാനെന്നു തന്നെ വരും നിർണയം എന്നരുൾ ചെയ്തു വിടയും കൊടുത്തിതു. ധന്യൻ ഭരതൻ നമസ്കരിച്ചിടിനാൻ. പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്നിച്ചു. മന്ദേതരം പുറപ്പെട്ടു ഭരതനും മാതൃജനങ്ങളും മന്ത്രീവരന്മാരും ഭ്രാതാവും ആചാര്യനും മഹാസേനയും ശ്രീരാമദേവനെ ചേതസി ചേർത്തുകൊണ്ട് ആരൂഢമോധേന കൊണ്ടുപോയിടിനാൻ. ശൃംഗിവേരാദീപനായ ഗുഹനെയും മംഗലവാച പറഞ്ഞയച്ചിടിനാൻ. മുമ്പിൽ നടന്നു ഗുഹൻ വഴി കാട്ടുവാൻ. പിമ്പേ പെരുമ്പടയും നടകൊണ്ടിതു. കൈകേയിതാനും സുതാനുവാദം കൊണ്ടു ശോകമകന്നു നടന്നു മകനുമായി. ഗംഗ കടന്നു ഗുഹാനുവാദേന നാലങ്കപ്പടയോടും കൂടെ കുമാരന്മാർ. ചെന്ന് അയോധ്യാപുരി പൂക്കു രഘുവരൻ തന്നെയും ചിന്തിച്ചനുദിനം. ഭക്ത്യാ വിശുദ്ധ ബുദ്ധ്യാ പുരവാസികൾ നിത്യസുഖേന വസിച്ചിതെല്ലാവരും. താപസവേഷം ധരിച്ചു ഭരതനും താപേന ശത്രുഘ്നനും വ്രതത്തോടുടൻ ചെന്നു നന്ദിഗ്രാമമൻപോടു പൂക്കിതു. വന്നിതാനന്ദം ജഗദ്വാസികൾക്കെല്ലാം പാതുകം വെച്ചു സിംഹാസനേ രാഘവ പാദങ്ങളെന്നു സങ്കൽപ്പിച്ചു സാദരൻ. ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിച്ചു കൊണ്ടന്തികെ സേവിച്ചു നിന്നാരിരുവരും. നാനാമുനിജനസേവിതനായൊരു മാനവവീരൻ മനോഹരൻ രാഘവൻ ജാനകിയോടും അനുജനോടും മുത മാനസാനന്ദം കലർന്നു ചിലദിനം. ചിത്രകൂടാചലേ വാണോരനന്തരം ചിത്തേ നിരൂപിച്ചു കണ്ടു രഘുവരൻ. മിത്രവർഗങ്ങൾ അയോധ്യയിൽ നിന്നു വന്നെത്തും ഇവിടെ ഇരുന്നാലിനിയുടൻ. സത്വരം ദണ്ഡകാരണ്യത്തിനായിക്കൊണ്ടു ബദ്ധമോദം ഗമിച്ചിടുക വേണ്ടതും. ഇത്തം വിചാര്യ ധരിത്രീ സുതൈ ഉത്തമനായ സൗമിത്രിയുമായി തഥാ തത്യാജ ചിത്രാകുടാചലം രാഘവൻ സത്യസന്ധൻ നടകൊണ്ടാൻ വനാന്തരേ. അത്യാശ്രമ പ്രവേശം. അത്രിതന്നാശ്രമം പൂക്കൂ മുനീന്ദ്രനെ ഭക്ത്യാ നമസ്കരിച്ചു രഘുനാഥനും. രാമോഹമധ്യ ധനോസ്മിൻ മഹാമുനെ ശ്രീമൽപാദം തവ കാണായി കാരണം സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷതനെന്നതറിഞ്ഞു മുനീന്ദ്രനും. പൂജിച്ചിതർഘ്യപദ്യാദികൾ കൊണ്ടു രാജീവലോചനം ഭ്രാതൃഭാര്യാന്വിത ചൊല്ലിനാൻ ഭൂപാലനന്ദനന്മാരോടു. ചൊല്ലേഴുമെന്നുടെ പത്നിയുണ്ടത്രകൾ എത്രയും വൃദ്ധ തപസ്വീനി മാരിൽ വച്ചുത്തമേയായ ധർമാത്മജവ തപോധന പർണശാലാന്തർഗൃഹേ വസിക്കുന്നിതു. ചെന്നു കണ്ടാലും ജനകന്യപത്മ പാത്മജേ എന്നതു കേട്ടു രാമാജ്ഞയാം ജാനകി ചെന്ന അനസൂയ പദങ്ങൾ വണങ്ങിടിനാൾ. വത്സേ വരികരികെ ജനകാത്മജേ സത്സംഗമം ജന്മസാബല്യമോർക്കനി. വത്സേ പിടിച്ചേർത്താലിംഗനം ചെയ്തു തൽസ്വഭാവം തെളിഞ്ഞു മുനിപത്നിയും. വിശ്വകർമാവിനാൻ നിർമ്മിതമായൊരു വിമോഹനായ ദുകുലവും കുണ്ടലവും അംഗരാഗവും എന്നിവ മണ്ഡനാർത്ഥമനുസൂയ നൽകിയിടിനാൻ. നന്നു പാതിവൃത്യമാശ്രിത്യ രാഘവൻ
തന്നോടുകൂടെ നീ പോന്നതും ഉത്തമം. കാന്തി നിനക്കു കുറയായി ഒരിക്കലും. ശാന്തനാകും തവ വല്ലഭൻ തന്നോടും ചെന്നു മഹാരാജധാനിയാ കമ്പൂക്കു നന്നായി സുഖിച്ചു സുചിരം വസിക്കണി. ഇത്തമനുഗ്രഹവും കൊടുത്താതരൻ ഭർത്തൂരഗ്രേ ഗമിക്കെന്നയച്ചിടിനാൾ. മൃഷ്ടനായി മൂവരെയും ഭുജിപ്പിച്ചത തുഷ്ടി കലർന്നു തപോധനനത്രയും. ശ്രീരാമനോടരുൾ ചെയ്തു ഭവാനഹോ നാരായണനായ എന്നറിഞ്ഞേനഹം. നിന്മഹാമായ ജഗത്രയവാസിന സമ്മോഹകാരിണിയായതു നിർണയം. ഇത്തരം അത്രീ മുനീന്ദ്രവാക്യം കേട്ടു തത്ര രാത്രോ വസിച്ചു രഘുനാഥനും. ദേവനു ആ ദേവിയോടരുളി ചെയ്തതി ദേവമെന്നാൾ കിളിപ്പൈതൽ ലക്കാലമേ. ഇത്യാദ്യാത്മരാമായണം ഉമാമഹേശ്വര സംവാദേ അയോധ്യകാണ്ഡം സമാപ്തം. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.